ഞാൻ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് സർക്കാർ തീർച്ചയായിട്ടും നഷ്ടം സഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇതിനകം തന്നെ നമ്മുടെ സർക്കാർ മാത്രമല്ല കേരള സംസ്ഥാനം ഈ സ്മാർട്ട് സിറ്റി പദ്ധതി കൊണ്ട് വലിയ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊരു കണക്ക് പറയാം. നമ്മുടെ ഇൻഫോ പാർക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ മൊത്തത്തിലുള്ള അവിടുത്തെ കെട്ടിടങ്ങളുടെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 9.2 മില്യൺ സ്ക്വയർ ഫീറ്റാണ്. എന്നാൽ അവിടെ 70,000-ഓളം ജീവനക്കാർ പണിയെടുക്കുന്നുണ്ട്. 70,000. അതെ, 582 കമ്പനികൾ നിലവിൽ ഇന്നത്തെ കണക്ക് പ്രകാരം നമ്മുടെ കൊച്ചിയിലെ ഇൻഫോ പാർക്കിലുണ്ട്. എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് സിറ്റിയുടെ തൊട്ടടുത്ത് അത്രയും സ്ഥല സൗകര്യങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്ന ഇൻഫോ പാർക്കിൽ 70,000 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. IT തൊഴിലാളികൾ, 582 കമ്പനികളുമുണ്ട്. അതിന് തൊട്ടിപ്പുറത്താണ് 246 ഏക്കർ സ്ഥലം, കണ്ണായ പ്രദേശത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ജനറൽ ഫ്രീ സോൺ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഒരു എക്കണോമിക് സോണായി തന്നെ മാത്രം മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു മേഖല. ആണ് സ്പെഷ്യൽ എക്കണോമിക് സോണായി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു മേഖല. അതിൽ തന്നെ IT-ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഫ്രീ ഹോൾഡ് 12% മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ കൊടുക്കാമെന്ന് ഉറപ്പോടുകൂടി ഒരു കമ്പനിയെ നമ്മൾ കൊണ്ടുവന്ന് ആ കമ്പനി ആ ഉറപ്പുകളെല്ലാം നമ്മുടെ കരാറിൽ എഴുതി വെച്ചതിനു ശേഷം 10-15 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ 90,000 വാഗ്ദാനം ചെയ്തെടുത്ത് 10,000 പോലും തികച്ചിട്ടില്ല. 8,000 മാത്രമാണ്. 88 ലക്ഷം ചതുരശ്ര അടിക്ക് പകരം 6 ലക്ഷം പോലും പൂർത്തിയാക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇതാണ് ഈ നയത്തിൽ നിന്ന് പിന്മാറാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം. അതുകൊണ്ട് ഇതിനകം തന്നെ നഷ്ടം സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഥലം ഇൻഫോ പാർക്കിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ധാരാളം കമ്പനികൾ അവിടെ വന്ന് പ്രവർത്തിക്കുമായിരുന്നു. ആ കമ്പനികളിൽ തന്നെ ധാരാളം തൊഴിലാളികൾ പണിയെടുക്കുമായിരുന്നു. വിവിധ കോർപ്പറേഷനുകളുടെ, വിവിധ കോർപ്പറേറ്റുകളുടെ, വിവിധ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ എല്ലാം ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ കേരളത്തിൽ കൊച്ചിയിൽ വന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദുബായ് ഹോൾഡിങ്ങിൻ്റെ കമ്പനിയായ ടീകോമിൻ്റെ കെടുകാര്യസ്ഥത കാരണം, പിടിപ്പുകേട് കാരണം ആ സ്ഥലം അനാഥമായി കിടക്കുന്നൊരവസ്ഥയുണ്ടായത്. ഇൻഫോ പാർക്കിൻ്റെ വികസനം പോലും ആ അർത്ഥത്തിൽ മുടങ്ങിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. കാര്യം എത്രയും പെട്ടെന്ന് ടീകോമിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി ആ സ്ഥലം വികസനത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കുക. ഇനിയാണ് ചോദ്യമുണ്ടാവുന്നത്, സർക്കാർ നഷ്ടം ഈ വിഷയത്തിൽ സഹിക്കണോ എന്നുള്ളതാണ്. നഷ്ടം സഹിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. എന്തുകൊണ്ടെന്നാൽ ഈ കരാറിൽ തന്നെ പറയുന്നുണ്ട് നഷ്ടം സഹിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അതിൽ പലതും നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ പരിമിതമാണ്. ഒന്ന്, ഈ ടീകോം കമ്പനി സർക്കാരിന് തങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. പക്ഷേ സർക്കാർ നയപരമായൊരു തീരുമാനം എടുത്തു എന്നാണ് സർക്കാർ വൃത്തങ്ങളെ അന്വേഷിച്ചപ്പോൾ പറയുന്നത്. എന്തിനെന്ന് വെച്ചാൽ IT വികസനത്തിനു വേണ്ടി കൂടുതൽ സ്ഥലം ആവശ്യമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ലാൻഡ് പൂളിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കൂടുതൽ IT ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ സ്ഥലം വിനിയോഗിക്കാൻ തീരുമാനിച്ചു. അതിന് നോക്കിയ സമയത്ത് 10 വർഷത്തെ കരാർ ലംഘിച്ചിരിക്കുന്നു ടീകോം എന്ന് കണ്ടെത്തി. ലംഘിച്ചിരിക്കുന്നു പറയുമ്പോഴും വിത്തിൻ ക്ലോസ് ആണ്. കാര്യം അതിനിടയ്ക്കുള്ള ഈ കോവിഡ് പീരീഡ് തുടങ്ങിയ ഘടകങ്ങളുണ്ട്. അതെല്ലാം ഒരു കേസിൽ പോയി ലിറ്റിഗേഷനിലേക്ക് പോയാൽ കമ്പനിക്ക് അനുകൂലമാവുന്ന കേസുകളാണ്. കാരണം തങ്ങളുടേതല്ലാത്ത കാരണങ്ങളുടെ പേരിൽ നിക്ഷേപകർ വരാതിരുന്നാൽ ഈ കമ്പനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ടോ? കാര്യം ആഗോള IT നിക്ഷേപം ഇങ്ങോട്ട് ആകർഷിക്കാൻ കമ്പനിക്ക് കഴിയാതെ പോയതിന് പല കാരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഗ്ലോബൽ റിസഷൻ വേണമെങ്കിൽ പറയാം, ദുബായിയുടെ എക്കണോമിയിൽ ഉണ്ടായിരിക്കുന്ന റിസഷൻ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കമ്പനിക്ക് ഒരു പക്ഷേ ലീഗൽ ലിറ്റിഗേഷനിലേക്ക് പോകുന്ന സമയത്ത് ഉന്നയിക്കാവുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ സർക്കാർ അതുകൊണ്ട് എന്താ തീരുമാനിച്ചത്? സർക്കാർ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഈ കമ്പനിയെ ഒഴിവാക്കണം. കമ്പനി സ്വയം ആവശ്യപ്പെട്ടിട്ടില്ല, ഒഴിഞ്ഞു പോകാൻ കമ്പനി ഇപ്പോഴും വില്ലിങ്നെസ് രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്ജക്റ്റ് ടു കറക്ഷൻ. സർക്കാർ ആ വിവരം ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഒഴിവാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ കരാർ പ്രകാരം സർക്കാരിന് ചില ബാധ്യതകളുണ്ട്, ചില കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. അത് സർക്കാർ പാലിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അത് കോടതി കയറും. അതുകൊണ്ട് സർക്കാർ അഡ്വക്കേറ്റ് ജനറലുമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആർബിട്രേഷൻ വേണോ ലിറ്റിഗേഷൻ വേണോ, ഈ ചോദ്യമാണ് മുൻപിലുള്ളത്. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിയമ സംവിധാനത്തിന് പുറത്തു വെച്ചുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ വെച്ച് ഇരു കക്ഷികൾക്കും, അതായത് ഇതിനകത്ത് ആകെ എഗ്രിമെൻറ്റിലുള്ളത് 16% ഓഹരിയുള്ള കേരള ഗവൺമെൻറ്റും 84% ഓഹരിയുള്ള ടീകോം കമ്പനിയുമാണ്. ഈ 2 കമ്പനികളും കൂടിയിരുന്ന് ആലോചിച്ച് ടീകോം കമ്പനി ഒഴിവാക്കാൻ തീരുമാനിക്കുമ്പോൾ അവരതിന് എഗ്രി ആണെങ്കിൽ അവർക്ക് നിലവിൽ കേരള സർക്കാരിലേക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് പണമുണ്ട്, 91.50 കോടി രൂപ. അത്
2011 2 പാട്ടക്കരാറിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ആ പണം എന്തായാലും തിരിച്ചു കൊടുക്കേണ്ടി വരും. കാര്യം ഇത് പാട്ടക്കരാറാണ്, ലീസ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന പണമാണ്. അതുകൂടാതെ 6 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി എത്ര പണം ചിലവാക്കി, ആ പണം തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? ഈ 2 പ്രശ്നമേ മുന്നിലുള്ളൂ. അപ്പോൾ ഇതൊരു ആർബിട്രേഷൻ വഴിയാണ് സാധ്യമാക്കേണ്ടത് എന്നാണ് ഇപ്പോൾ സർക്കാരിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം. ഇത് കേസിലേക്ക് പോയാൽ ഇത് അനന്തമായി നീളാൻ സാധ്യതയുണ്ടെന്നും പല പല കാരണങ്ങളുടെ പുറത്ത് വീണ്ടും ആ സ്ഥലം ഉപയോഗിക്കാൻ കഴിയാതെ വരും എന്നതുമാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, സർക്കാർ അതിൻ്റെ പേരിൽ 1 പൈസ പോലും നഷ്ടം സഹിക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ദുബായ് ഹോൾഡിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ദുബായ് ഹോൾഡിങ്ങിന് ഇത്തരത്തിലുള്ള IT ഡെവലപ്മെൻറ്റ് നടത്തിയുള്ള ഒരു പരിചയവുമില്ല. അവരൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്. അവരതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന വണ്ണം ഫ്രീ ഹോൾഡിംഗ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതിയുമായിട്ട് വന്നത്. ഫ്രീ ഹോൾഡ് തരാൻ പറ്റില്ല എന്ന് അന്ന് പ്രതിപക്ഷം ശക്തമായിട്ട് പ്രതിഷേധം ഉയർത്തുമ്പോൾ VS അച്യുതാനന്ദൻ ഇതിനെ എതിർക്കുന്ന സമയത്ത് ഈ പദ്ധതി നടപ്പിലാകാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഒടുവിൽ 2007 ഈ ഫ്രെയിംവർക്ക് സൈൻ ചെയ്തെങ്കിലും ഫ്രീ ഹോൾഡിൻ്റെ പുറത്ത് 4 വർഷമാണ് ചർച്ച. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഫ്രീ ഹോൾഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇത് IT ആണോ റിയൽ എസ്റ്റേറ്റ് ആണോ എന്നാണ് നമ്മൾ ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ ഭാഗമായി ഒടുവിൽ 2011 VS സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇത് ഫ്രീ ഹോൾഡിൻ്റെ കാര്യത്തിലുള്ള പിടിവാശി ഈ ടീകോം കമ്പനി ഉപേക്ഷിച്ചു. അങ്ങനെ ഫ്രീ ഹോൾഡ് എന്നുള്ളതൊരു മാസ്റ്റർ പ്ലാൻ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ 12% നിങ്ങൾക്ക് ഫ്രീ ഹോൾഡ് തരാം, ബാക്കി 88% പൈസ അടയ്ക്കണം എന്ന് തീരുമാനിച്ച് 88% പാട്ടത്തിന് കൊടുത്താണ് 91 കോടി രൂപ സർക്കാരിന് കിട്ടുന്നത്. അത് VS സർക്കാരിൻ്റെ കാലത്തെ വലിയ നേട്ടമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതില്ലെന്ന് ഓർമ്മിക്കണം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഫ്രീ ഹോൾഡ് ഉണ്ട്. VSൻ്റെ കാലത്ത് വരുമ്പോഴാണ് ഫ്രീ ഹോൾഡ് ഒഴിവാക്കി 91 കോടി രൂപ അടപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. VS സർക്കാരിൻ്റെ കാലത്താണ്. അതിൽ ജോസഫ് സി മാത്യുവിൻ്റെയൊക്കെ ഇടപെടൽ വളരെ സ്തുത്യർഹമാണ്. ഇന്ന് അദ്ദേഹം പല മാധ്യമങ്ങൾക്കും പല അഭിമുഖങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ സർക്കാർ ത്തിരിക്കുന്ന നിലപാട്. ലിറ്റിഗേഷന് പോയി വർഷങ്ങളോളം ഈ കേസിൽ ദുബായ് ഹോൾഡിങ്ങിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് 91 കോടി രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും. കാര്യം ഈ ചട്ടം വായിച്ചു നോക്കുമ്പോഴും ഇതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എത്രയാണോ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുടക്കിയിരിക്കുന്നത് അതൊരു ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ കൊണ്ടുവന്ന് പരിശോധിച്ച് ആർബിട്രേഷൻ വഴി കൊടുക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ 3 മാസം നോട്ടീസ്, പിന്നീട് 6 മാസം നോട്ടീസ്, അതിനുള്ള മറുപടിയിൽ ഈ ലിറ്റിഗേഷൻ ഒരടുത്ത് 5-10 വർഷം നീണ്ടിരിക്കണോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു IT വികസനത്തിന് വേണ്ടി ഇത് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് മുന്നിൽ ആർബിട്രേഷനാണ്. ആ ആർബിട്രേഷൻ വരുമ്പോഴും സർക്കാർ ഇനി ചെയ്യേണ്ടത് ഈ 91 കോടി നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക. അവരുടെ പണമൊന്നും നമുക്ക് ആ അർത്ഥത്തിൽ ആവശ്യമില്ല. പക്ഷേ അതേസമയം അവരുടെ പിടിപ്പുകേട് കൊണ്ട് ഇവിടെ കൂടുതൽ നിക്ഷേപകരെ കൊണ്ടുവരാൻ കഴിയാതെ പോയത്, ഇത് സ്മാർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ പോയത്, സംസ്ഥാന സർക്കാരിന് കേരളത്തിന് IT വികസനത്തിൻ്റെ ഹബ്ബായി മാറാൻ കഴിയുമായിരുന്ന 10 വർഷക്കാലം അവരുടെ പിടിപ്പുകേടിൽ നഷ്ടപ്പെട്ടത് എന്ന നിലയിൽ അവർ ഇവിടെ ചിലവാക്കിയ തുക തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള ഒരു സന്മനസ് സർക്കാർ കാട്ടുക എന്നുള്ളതാണ്. അത് ചുരുങ്ങിയ പക്ഷം സ്മാർട്ട് സിറ്റിയോട് എന്ന പദ്ധതി സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരോട് കാണിക്കുന്നൊരു നീതിയായിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം അവർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം അവരെ സംബന്ധിച്ച് ഒരു പോസിബിലിറ്റി അവിടെ കിടപ്പുണ്ട്, ലിറ്റിഗേഷൻ അവിടെ കിടപ്പുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷേ നിലവിൽ ആർബിട്രേഷനാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന വഴി. അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ ആയത്. സർക്കാർ നമ്മുടെ മുന്നിൽ ഒറ്റ ചോദ്യമുള്ളൂ, ഇത് വളരെ വേഗം ഇത് ഇവരുടെ കയ്യിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുത്ത് IT ഡെവലപ്മെൻറ്റിന് കൊടുക്കണോ, അതോ ഇത് വർഷങ്ങളോളം നീളുന്ന ഒരു കേസിൻ്റെ നൂലാമാലകളിലേക്ക് പോകേണ്ടതുണ്ടോ? അങ്ങനെ പോയാൽ പോലും നമുക്ക് അധികമായിട്ടുള്ളത് ഈ 6 ലക്ഷം ചതുരശ്ര അടിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പണം തിരിച്ചു കൊടുക്കണോ വേണ്ടതില്ലേ എന്ന ചോദ്യമായിരിക്കും ഉണ്ടാവുക. പകരം എന്താ നമുക്ക് കിട്ടുന്നത്? കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ഈ ഫ്രീ ഹോൾഡിൻ്റെ മുഴുവൻ അവകാശവും നമുക്ക് കിട്ടുന്നു. SPVയുടെ മുഴുവൻ അവകാശവും സംസ്ഥാന സർക്കാരിന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതാണ് അതിലെ ഫാക്ച്വൽ പോയിന്റ്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത്, ടീകോം വില്ലിങ്നെസ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആർബിട്രേഷന് പോകേണ്ട ആവശ്യമില്ല. ആർബിട്രേഷന് പോയി ഇമ്മീഡിയറ്റ്ലി നമുക്ക് സെറ്റിൽ ചെയ്യാം. ഇനി ടീകോം ഇനി ബില്ലിംഗ് അല്ല എന്നുണ്ടെങ്കിൽ, ടീകോം ബില്ലിംഗ് അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാര്യം ടീകോം ബില്ലിംഗ് ആകുമ്പോഴാണല്ലോ ഈ ആർബിട്രേഷനെ കുറിച്ച് ചർച്ചകൾ. മാത്രമല്ല ടീകോമിൻ്റെ ഒരു തീരുമാനം അവർക്ക് UAEയുടെ പുറത്തിന് ഒരു പദ്ധതി വേണ്ട. മാത്രമല്ല അവരുടെ സാമ്പത്തികാവസ്ഥ ആ അർത്ഥത്തിൽ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കാത്ത രീതിയിൽ ആർബിട്രേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക. ലിറ്റിഗേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമായിട്ടൊക്കെ പറയാം അവരെ ഒരു പാഠം പഠിപ്പിക്കണം. അപ്പോൾ ദുബായ് ഹോൾഡിങ്ങിന് ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ
കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇനി നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല. പോയത് പോയി, ഇനി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇതിങ്ങനെ ആയിരുന്നില്ല സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. അവിടെ 10 വർഷം കഴിഞ്ഞ് മാത്രം പോയി 90,000 പേർക്ക് തൊഴിൽ കൊടുത്തോ എന്നല്ല സർക്കാർ നോക്കേണ്ടിയിരുന്നത്. ഓരോ വർഷവും ഇതിൻ്റെ മോണിറ്ററിംഗ് സർക്കാർ വിലയിരുത്തണമായിരുന്നു. പക്ഷേ അതൊന്നും ആ ഭാഗത്തുണ്ടായില്ല. അതിനുള്ളൊരു പോസിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായില്ല. നേരത്തെ CP ജോൺ എന്നോട് പറയുകയായിരുന്നു, റിവേഴ്സ് ടെൻഡർ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിന് വേണമെങ്കിൽ 8-ാം വർഷമോ 7-ാം വർഷമോ ഒക്കെ ഇവരുടെ അടുത്ത് റിമൈൻഡർ കൊടുക്കാമായിരുന്നു. അതൊന്നും സർക്കാർ ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയോട് അത്ര വലിയ താല്പര്യമൊന്നും സർക്കാർ കാണിച്ചു എന്ന രീതിയിൽ ഞാനിതിനെ കാണുന്നുമില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇത് സർക്കാരിൻ്റെ വീഴ്ചയല്ലേ എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം പ്രസക്തമാകുന്നു. അതുകൊണ്ട് സർക്കാർ നഷ്ടം സഹിക്കണോ എന്ന ചോദ്യത്തിന് നഷ്ടം സഹിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെയും നിലപാട്. Meet the editors.